ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DLED ICT എക്സാമുമായി ബന്ധപ്പെട്ട് ജിയോജിബ്രയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് AB 7.5 യൂണിറ്റ്, AC 5 യൂണിറ്റ്, BC 5 യൂണിറ്റ് ആയ ത്രികോണം ABC വരക്കുക. തയ്യാറാക്കിയ ഫയൽ ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഈ ചോദ്യം ചെയ്യുന്നതിനായി നമുക്ക് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാക്സിമൈസ് ചെയ്യാം. അതിനുശേഷം ആൾജിബ്ര എന്ന് പറയുന്ന വിൻഡോ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് ആവശ്യമില്ല. അതുപോലെ നമുക്ക് ആക്സിസ് ഗ്രിഡ്, ഈ രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മൗസ് പോയിൻ്റർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഹൈഡായി കിടക്കും. അതുകൊണ്ട് ഈ ടൂളുകളിലൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം മാത്രം ആക്സിസിലും ഹൈഡിലും ക്ലിക്ക് ചെയ്യുക, ആക്സിസിലും ഗ്രിഡിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു 7.5 യൂണിറ്റിലുള്ള AB എന്ന് പറയുന്ന ഒരു രേഖ കിട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പോയിൻറ്റിൻ്റെ ലേബൽസ് വിസിബിൾ ആവണം. നമ്മളൊരു ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പോയിൻ്റ് എടുത്തിട്ട് നമുക്കിവിടെ ഇടാം. പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ലേബൽസ് വരുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒന്ന് ഇവിടെ അൺഡു ചെയ്യാം. ആ ലേബൽസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റ് ടൂൾ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ അതിൻ്റെ കൺട്രോൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ സെറ്റ് ലേബലിൽ പോയി നമുക്ക് നെയിം എന്ന് പറയുന്ന കാര്യം അവിടെ ഷോ ചെയ്യാം. ഇതിൽ നെയിം ഷോ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ആ പോയിൻറ്റിൻ്റെ പേര് വരും. ഓക്കെ, ഇവിടെ നമുക്ക് A എന്ന് കാണാം. ഓക്കെ, ഞാനത് അൺഡു ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നെയിം എടുത്തിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് ആ ഒരു 7.5 ലെങ്ത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്നാമത്തെ ഗ്രൂപ്പിൽ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത്ത് എന്ന് പറയുന്ന ടൂളുണ്ട്. നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്കുള്ള ടൂൾസ് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത്ത് എടുത്തതിന് ശേഷം നമ്മളൊരു പോയിൻ്റ് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ആ പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് അതിൻ്റെ ലെങ്ത്ത് ചോദിക്കും. അപ്പോൾ നമ്മൾ 7.5 ആണ് അതിൻ്റെ ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ 7.5 എന്ന് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ AB എന്ന് പറയുന്ന ലൈന് അതിൻ്റെ ലെങ്ത്ത് 7.5 ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈനിൽ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് 7.5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഈ ലൈൻ ഇപ്പോൾ വിസിബിൾ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ മൂവ് ടൂൾ എടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ ആദ്യം മൂവ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഏതാണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് അതിന് മുകളിൽ വെക്കുമ്പോൾ ഹാൻഡ് ടൂളായിട്ട് മാറും. ആ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാവില്ല. അപ്പോൾ ആ മുകളിൽ ഹാൻഡ് ടൂൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. അതിൽ ഷോ ഒബ്ജക്റ്റിൻ്റെ ടിക്ക് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ AB എന്നുള്ള ആ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് AC 5 യൂണിറ്റാണ്, BCയും 5 യൂണിറ്റാണ്. അപ്പോൾ ഈ 5 യൂണിറ്റ് കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പേപ്പറിലൊക്കെ വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോമ്പസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ലൈന് കൂട്ടിമുട്ടുന്ന സ്ഥാനം മാർക്ക് ചെയ്യും. ഇവിടെ നമുക്ക് അതിന് പകരം വൃത്തം ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വൃത്തത്തിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ സർക്കിൾ, സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ A എന്ന് പറയുന്ന ആ പോയിൻറ്റിനകത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ റേഡിയസ് എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ 5 ആണ് നമ്മൾ കൊടുക്കേണ്ടത്, 5 യൂണിറ്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ കൊടുക്കുന്നു, നമുക്കൊരു വൃത്തം കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ Bയിലും ഇതേ പ്രോസസ്സ് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ Bയിൽ ക്ലിക്ക് ചെയ്തു, അവിടെ റേഡിയസ് 5 കൊടുത്തു, അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഒരു 2 വൃത്തങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു നമുക്കിവിടെ കിട്ടും. ആ ബിന്ദു കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇൻ്റർസെക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, ഇൻ്റർസെക്റ്റ്. അപ്പോൾ ഇൻ്റർസെക്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ 2 വൃത്തത്തിലും, ഇപ്പോൾ ഒന്നാമത്തെ വൃത്തം ഇതാണ്, അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ വൃത്തത്തിൻ്റെ മുകളിൽ ഇതാണ്, അപ്പോൾ അവിടെയും വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് സി ഡി എന്ന് പറയുന്ന 2 ബിന്ദുക്കൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇങ്ങോട്ടുള്ള റേഡിയസിൻ്റെ ആ ഒരു അളവ് 5 സെൻറ്റിമീറ്ററാണ്. അതേപോലെ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് കറക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. നമുക്കിത് ലാസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ വൃത്തത്തിൻ്റെയും അതേപോലെ ഡി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെയും ആവശ്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ മൂവ് ടൂൾ എടുത്തതിന് ശേഷം ഈ വൃത്തത്തിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഈ വൃത്തത്തിൻ്റെ മുകളിൽ വെച്ചിട്ടും ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഡി ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഡി പോയിന്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോളിഗൺ ടൂൾ എടുത്ത് ത്രികോണമാണ് ഇവിടെ വരക്കേണ്ടത്. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലെങ്ത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ത്രികോണം ABC വരക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ പോളിഗൺ ടൂളിൽ എടുക്കാം. ഈ ഗ്രൂപ്പിലെ പോളിഗൺ ടൂൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 5ാമത്തെ ഗ്രൂപ്പിൽ പോളിഗൺ ടൂൾ എടുത്തിട്ടുണ്ട്. ഇനി എ അതുപോലെ ബിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി സിയിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ സിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ തുടങ്ങിയ ഭാഗം എയിൽ ജസ്റ്റ് കൊടുന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ത്രികോണം ABC ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാത്രം കാണിച്ചാൽ പോരാ, നമ്മളോട് പറഞ്ഞ ആ അളവിൽ തന്നെയാണോ അത് വന്നിട്ടുള്ളത് നമ്മളിവിടെ ഷോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിൽ നമുക്കിവിടെ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എടുത്തതിന് ശേഷം ഇവിടെ ഓരോ സൈഡിലും നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ലൈനിലും നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ലൈനിലും നമ്മൾ ക്ലിക്ക് ചെയ്യുക, അവിടെയും 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലൈനിൻ്റെ അളവ് എത്രയാണ് വേണ്ടത്, 7.5. നമുക്ക് ജസ്റ്റ് അതിലും എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കറക്റ്റ് അളവിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇനി ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ ചെയ്ത കാര്യം നമ്മൾ എന്ത് ചെയ്യണം, DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യാനാണ്. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ചോദ്യം ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഫയൽ മെനുവിൽ സേവ് അല്ലെങ്കിൽ സേവ് ആസ് രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ ഹോം എന്ന് പറയുന്ന ഐക്കൺ ഇതാണ്, ഹോം ഐക്കൺ ഇതാണ്, ശ്രദ്ധിക്കുക. നമ്മൾ ജിയോജിബ്ര എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫോൾഡേഴ്സ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ അതിലുള്ള ഫോൾഡേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു. പേര് നമ്മൾ എങ്ങനെ കൊടുക്കുക, പേര് നമ്മൾ രജിസ്റ്റർ നമ്പർ _ നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് 2 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, question 2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ Q2 അല്ലെങ്കിൽ ഇത് എത്രാമത്തെ ചോദ്യമാണോ ആ ചോദ്യത്തിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സേവിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വിൻഡോ മിനിമൈസ് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തേക്ക് പോവുക. അവിടെ നമ്മൾ ചെയ്ത ആ ഫയൽ ഇവിടെ സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചോദ്യം കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ജിയോജിബ്രയിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കാം. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് AB = 8 യൂണിറ്റ്, കോൺ A = 45 ഡിഗ്രി, കോൺ B = 55 ഡിഗ്രി ആയ ത്രികോണം ABC വരക്കുക. തയ്യാറാക്കിയ ഫയൽ ഹോം ഫോൾഡറിലെ DLED പ്രൊഡക്ട്സ് എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായി നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, ജിയോജിബ്ര എന്ന രീതിയിൽ ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യണം. അതിനുശേഷം ആൾജിബ്ര എന്ന് പറയുന്ന വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ആക്സസ്, ഗ്രിഡ് ഇവ ഹൈഡ് ചെയ്ത് വെക്കണം. ഇനി ആദ്യം നമുക്ക് വേണ്ടത് നേരത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ AB = 8 യൂണിറ്റ് ആയ ഒരു രേഖ നമ്മൾ വരക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 3ാമത്തെ ഗ്രൂപ്പിലുള്ള സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് ടൂൾ ഉപയോഗിക്കാം. അതിനു മുമ്പ് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ പോയിൻറ്റിൻ്റെ വാല്യൂ, പോയിൻറ്റിൻ്റെ ആ നെയിം നമുക്ക് കാണണം. അതുകൊണ്ട് സെറ്റ് ലാബലിൽ നമ്മൾ പോയിട്ട് നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് ടൂൾ എടുത്തതിന് ശേഷം ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു A. അപ്പോൾ നമ്മളോട് ലെങ്ത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ 8 യൂണിറ്റ് 8 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ
അപ്പോൾ നമുക്ക് ഒരു ലൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ലൈന് നമുക്ക് ഒന്ന് താഴേക്ക് ക്രമീകരിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ മൂവ് ടൂൾ എടുത്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ജസ്റ്റ് നമുക്കിവിടെ വരക്കാനുള്ള സ്പേസിന് വേണ്ടി ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇവിടെ കോണുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കോൺ എ 45 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പ്രൊട്രാക്ടറോ അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ 8ാമത്തെ ഗ്രൂപ്പിൽ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ബി എ എന്നീ 2 പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ ആംഗിൾ ചോദിക്കും. ആംഗിൾ ചോദിക്കുമ്പോൾ ഇവിടെ 45 ഡിഗ്രി ആണ് നമുക്ക് ഓൾറെഡി വേണ്ടത്. ഓൾറെഡി അത് തന്നെയാണ് നമ്മളിവിടെ ഉള്ളത്. ഇനി അല്ലെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഡിഗ്രി സൈൻ കളയാതെ നമുക്ക് ആ അളവുകൾ മാത്രം എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇവിടെ കൗണ്ടർ ക്ലോക്ക് വൈസ് അതേപോലെ ക്ലോക്ക് വൈസിന് നമുക്ക് എന്താ വ്യത്യാസം നോക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് മുകളിലാണ് വരുന്നത്. നമ്മൾ ഈ ഇങ്ങനെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ താഴെ വരും. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ബി ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കോണ് വരുന്നത് ആ പോയിന്റിലേക്കാണ്. ദെൻ അതുപോലെ നമുക്ക് സെക്കൻഡ് വേണ്ടത് എ അതേപോലെ ബി കോണാണ് വേണ്ടത്. ഇത് നമുക്ക് 55 ഡിഗ്രിയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 4 എന്നത് മായ്ച്ചിട്ട് 55 ഡിഗ്രി ആക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് താഴോട്ടാണ് ഇതിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ മൗസിൻ്റെ സ്ക്രോളിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം എ ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ കൗണ്ടർ ക്ലോക്ക് വൈസ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അൺഡു ചെയ്യുക. നമ്മളിവിടെ സൂം ചെയ്തതുകൊണ്ടാണ്, സൂം ഔട്ട് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി നമുക്കിവിടെ എയിൽ നമ്മളിവിടെ ടൂള് മാറിയിട്ടില്ല, അതൊന്ന് ഉറപ്പ് വരുത്തുക. എ ബി ഇനി നമുക്ക് ക്ലോക്ക് വൈസ് ഇടാം. ഇവിടെ 55 ഡിഗ്രി തന്നെയാണ്, അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ കൊടുത്തത് അതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 പോയിൻറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, എ ഡാഷ് ബി ഡാഷ്. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സും ഒന്ന് ഫില്ല് ചെയ്യണം. അതായത് സെഗ്മെൻറ്റ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഈ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. എയിൽ നിന്ന് നമുക്ക് ബി ഡാഷിലേക്ക് വരക്കാം, അതേപോലെ ബിയിൽ നിന്ന് നമുക്ക് എ ഡാഷിലേക്ക് വരക്കാം. അപ്പോൾ ഇവിടെ ഒരു കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു നമുക്ക് കിട്ടും. ഈ ബിന്ദു കണ്ടുപിടിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളത് പോളിഗൺ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2ാമത്തെ ഗ്രൂപ്പിലുള്ള ഇൻ്റർസെക്റ്റ് ടൂൾ അതെടുത്തതിന് ശേഷം നമ്മൾ എ ബി ഡാഷ് എന്ന് പറയുന്ന ലൈനിൽ വെച്ചൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ബി എ ഡാഷ് എന്ന് പറയുന്ന ലൈനിൽ വെച്ചിട്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ലഭ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ച രേഖകളെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂവ് ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ ലൈനിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ലൈനിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി അതുപോലെ എ ഡാഷിലും നമ്മൾ ഷോ ഒബ്ജക്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യാണ്. ബി ഡാഷും നമ്മൾ ഇതേപോലെ ഹൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എ ബി സി എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ കോണളവുകളും ഈ അളവും അഥവാ എ ബി തമ്മിലുള്ള ലെങ്ത്തും നമ്മൾ കറക്റ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോളിഗൺ ടൂൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ 5ാമത്തെ ഗ്രൂപ്പിൽ നിന്ന് പോളിഗൺ ടൂൾ എടുത്തിട്ട് എയിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുന്നില്ല. പിന്നെ നമ്മൾ ബിയിലോട്ട് നീക്കിയിട്ട് ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ സിയിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും എയിലോട്ട് വന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ത്രികോണം എ ബി സി കിട്ടിയിട്ടുണ്ട്. കോൺ എ 45 ഡിഗ്രിയും കോൺ ബി 55 ഡിഗ്രിയുമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ കാണിക്കേണ്ട ഒരു അളവ് എന്ന് പറയുന്നത് എ ബി സമം 8 യൂണിറ്റ് ആണ്. അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഈ 8ാമത്തെ ഗ്രൂപ്പിലുള്ള ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം എ ബി എന്ന് പറയുന്ന ലൈനിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഈ ഒരു പ്രവർത്തനം നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി DLED പ്രൊഡക്ട്സിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ മെനുവിലെ സേവ് എന്ന് പറയുന്ന ഓപ്ഷനോ അല്ലെങ്കിൽ സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനോ എടുക്കാം. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡർ, ഇവിടെ ഇതാണ് ഹോം ഫോൾഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ജിയോജിബ്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹോം ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം DLED പ്രൊഡക്ട്സ് നമ്മളെപ്പോഴും ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൾഡർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ പേര് റീനെയിം ചെയ്യാനുള്ള ചാൻസ് വരും. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.
അപ്പോൾ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നമ്മൾ രജിസ്റ്റർ നമ്പർ, ഇനി അതുപോലെ അണ്ടർസ്കോർ ഉണ്ടതറിയാം, ഷിഫ്റ്റ് ആൽഫബറ്റ്സിൻ്റെ മുകളിലുള്ള ഒരു മൈനസ്, ഇനി ക്വസ്റ്റ്യൻ എത്രയാണോ നമ്പർ, നമ്മൾ ക്വസ്റ്റ്യൻ 3 ആണെന്നുവെച്ചെങ്കിൽ Q3 എന്ന് കൊടുക്കണം. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വിൻഡോ മിനിമൈസ് ചെയ്തിട്ട് നമ്മളെ ഹോം ഫോൾഡറിനകത്തേക്ക് പോയി ഇവിടെ നമ്മൾ DLED പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഒന്ന് എടുത്തു നോക്കാം. നമ്മൾ സേവ് ചെയ്ത ആ ഫയൽ ഇവിടെ ലഭ്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക.